നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. അദ്ദേഹം ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കൊച്ചിയിലെത്തും. അതിനുശേഷം അദ്ദേഹത്തിന് വിവിധ പരിപാടികളുണ്ട്. ഏതാണ്ട് 11,000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിനുശേഷം NDAയുടെ ഒരു യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഏതാണ്ട് 50,000-ഓളം വരുന്ന NDA പ്രവർത്തകരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഏതാണ്ട് ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയത്. തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹം ഈ നഗരസഭാ ഭരണം അത് BJPക്ക് ലഭിച്ചതിൽ വലിയ സന്തുഷ്ടി രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ അദ്ദേഹം ഈ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം എന്ന ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും കൊച്ചിയിൽ. മാത്രമല്ല, NDA സമ്മേളനത്തെ, പടുകൂറ്റൻ NDA സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ചെയ്യും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തും മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ അതിപ്പോൾ കത്തുകയാണ്. ആ വിവാദം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഔദ്യോഗികമായി ക്ഷണിച്ചില്ല എന്നാണ് CPM-ഉം LDF-ഉം പറയുന്നത്. ഇത് കേരളത്തിന് തന്നെ വലിയ അപമാനമുണ്ടാക്കുന്ന കാര്യമാണ്. സത്യത്തിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മറ്റ് 2 വകുപ്പ് മന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേരള മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിക്ക് ക്ഷണിക്കാത്തത്? അത് കേരളത്തിന് വലിയ അപമാനമാണ്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മന്ത്രിയാണ് ഈ മുഹമ്മദ് റിയാസ്. അതായത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ അതത് സ്ഥലങ്ങളിലെത്തി തൻ്റെ ഫോട്ടോ വച്ച ഫ്ലെക്സ് ഉൾപ്പെടെ വയ്ക്കുന്ന വലിയ അധ്വാനശീലനാണ് ഈ പറയുന്ന മന്ത്രി. അതുകൊണ്ട് തന്നെ മന്ത്രിയെ ഉൾപ്പെടുത്താത്തത് കാരണം, അതായത് തൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താത്തത് കാരണം കേരള സർക്കാർ പ്രധാനമന്ത്രിയുടെ ഈ ഔദ്യോഗിക പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് ഏതാണ്ട് 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അത് ജനങ്ങളുടെ ഇടയിൽ വലിയ വിഷയമുണ്ടാക്കും, വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരെ അഭിസംബോധന ചെയ്യാനാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ നിറച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ലാതാക്കുക എന്നതാണ് CPIM-ന്റെ ഉദ്ദേശമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു LDF. പക്ഷേ അതിനെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ കെടുത്തുകയാണ്. അതായത് ചുട്ട മറുപടി തന്നെ ഈ വിവാദത്തിന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തുന്നത് വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനാണ്. അത് ദേശീയപാത മാത്രമല്ല, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജന ഉൾപ്പെടെ മറ്റ് തലത്തിലുള്ള പെട്രോളിയം വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത ഉദ്ഘാടനത്തിന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റായി പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 2 മന്ത്രിമാരെയും അധികമായി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരുമുണ്ട്. മുഖ്യമന്ത്രിയെ വിളിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ കുടുംബത്തോടെ വിളിക്കണം എന്നെവിടെയും എഴുതി വച്ചിട്ടില്ല. പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ തലവനെയും 2 പ്രതിനിധികളെയും വിളിച്ചിട്ടുണ്ട്. മരുമകനെ ഉൾപ്പെടെ കുടുംബത്തോടെ വിളിക്കണം എന്നെവിടെയും എഴുതി വച്ചിട്ടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി. എന്തായാലും വലിയ രീതിയിൽ CPM ഇത് വിവാദമാക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിനെ വല്ലാതെ അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന വേളയിൽ വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ ഇരുന്നതിനെ കളിയാക്കിക്കൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയത് നമ്മൾ കണ്ടിരുന്നു. അതിനിശിതമായ ഭാഷയിലാണ് അന്ന് ഒരിക്കലും ഒരു മന്ത്രി ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള വിമർശനമാണ് അന്ന് മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ നടത്തിയത്. പ്രധാനമന്ത്രി സംസ്ഥാനത്ത് വരുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പരിപാടികൾ പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് BJP മാത്രമല്ല, മുൻപ് കോൺഗ്രസ് അടക്കം ഭരിച്ചിരുന്നപ്പോഴെല്ലാം ഇത് തുടർന്നു വന്ന ഒരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം തുടർന്നതിനെതിരെ വലിയ രീതിയിലുള്ള അനാവശ്യ വിമർശനം അന്ന് ഉയർത്തിയത് മുഹമ്മദ് റിയാസാണ്. മാത്രമല്ല,
കുമ്മനം രാജശേഖരനെ കൊച്ചി മെട്രോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിക്കൊപ്പം മെട്രോയിൽ സഞ്ചരിച്ചതിനെ പോലും വളരെ വൃത്തികെട്ട രീതിയിലുള്ള വിമർശനവുമായി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സർക്കാർ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സൈബർ പോരാളികളുമെല്ലാം നടത്തിയിരുന്നു. ഇങ്ങനെ കുമ്മനം രാജശേഖരനെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും ഒക്കെ എപ്പോഴും താഴ്ത്തിക്കെട്ടാനുള്ള പരിപാടി അത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് CPM മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിനൊരു ശക്തമായ തിരിച്ചടി എന്നാവണം ഒരുപക്ഷെ ഈ മുഹമ്മദ് റിയാസിന്റെ പേര് വെട്ടിക്കളഞ്ഞത് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്താം. കാരണം മുഹമ്മദ് റിയാസ് ഇല്ല എങ്കിൽ ഇവിടെ പരിപാടിയൊന്നും നടക്കില്ല എന്ന വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടം അത് തെറ്റാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് BJP. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.